ലിറ്റർ പാല്, 1/2 കപ്പ് പഞ്ചസാര, 3 മുട്ട, പിന്നെ ഏതെങ്കിലും ഒരു എസൻസ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമും വേണം. ആദ്യമേ ഈ പാലിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. അത് ചൂടാകുമ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞോളും. പഞ്ചസാര അലിയുന്ന വരെ ഇത് ഇളക്കാൻ പാടുള്ളൂ. ഇത് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. പാല് ചെറിയ ചൂട് മതി. ഈ പാലിലെ പഞ്ചസാര അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. ബീറ്റർ വെച്ചൊന്നും അടിക്കാൻ പാടില്ല. ഇതുപോലെ എന്തെങ്കിലും സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ അങ്ങനെ അത് വെച്ചിട്ട് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചെടുക്കാം. പാൽ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പാല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരിക്കണം. പാലിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇത് മുട്ടയിലേക്ക് പാൽ ചേർക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുട്ട പാലിൽ നന്നായിട്ട് മിക്സ് ആവണം. ഇത് ഫുൾ ഫാറ്റിൻ്റെ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഫ്രഷ് ക്രീമുണ്ട്. ഞാൻ അതുകൊണ്ടത്തേക്ക് ചേർക്കണേന്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രീമൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എസൻസ് ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ്. ഞാൻ അതുകൊണ്ട് പൈനാപ്പിൾ എസൻസ് ആണ് ചേർക്കുന്നത്. വാനില എസൻസ് ആണ് നല്ലത്. ഞാനൊരു 1/4 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എസൻസ് ചേർക്കുന്നതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ മണമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. അരിക്കണെന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത് മുട്ടയുടെയൊക്കെ ചെറിയ അംശങ്ങളൊക്കെ കാണും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. നമുക്ക് ഇനി കാരമൽ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക. ആദ്യമേ തന്നെ സിറപ്പ് ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ സിറപ്പ് ഒഴിച്ച് വെക്കാനുള്ള പാത്രം എടുത്ത് വെക്കുക. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു കട്ടിയുള്ള ഒരു ക്രോക്കറിയുടെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കേക്ക് മോൾഡ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ നമുക്ക് കാരമൽ സിറപ്പ് ഉണ്ടാക്കാം. ഇതിന് ഞാൻ 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിന് ലോ ഫ്ലെയിമിലിട്ട് വേണം ഉരുക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇളക്കാനൊന്നും പാടില്ല. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ മാത്രമേ ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ ഈ കാരമൽ ഒഴിക്കാനുള്ള പാത്രം അടുത്ത് തന്നെ വെച്ചേക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോവും. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇത് സെറ്റായോന്ന് അറിയാനായിട്ട് നമ്മൾ കയ്യിലൊന്നും ഇട്ടൊന്നും നോക്കുകയും ചെയ്യരുത്. ഇത് നമുക്ക് പണി കിട്ടും. ഇത് വെള്ളം തിളച്ചിട്ട് കൈ വീഴുന്ന പോലെയല്ല, പഞ്ചസാര ഉരുക്കിയിട്ട് കൈ വീഴുന്നത്. ഭയങ്കരമായിട്ട് പൊള്ളും. ചെറിയൊരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഞാൻ ചൂടോട് കൂടി തന്നെ ഇത് ഏത് പാത്രത്തിലേക്കാണ് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു വെക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായി പോകും. ചൂടാറാകാൻ നിൽക്കരുത്.
ഇത് എല്ലായിടത്തും പറ്റുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ അപ്പത്തിനൊക്കെ ചുറ്റിക്കുന്ന പോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഞാനിതിപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം സെറ്റാകാൻ വേണ്ടി വെക്കുക. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ആ പാലിൻ്റെ മിശ്രിതം ഇതിനകത്തേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഒരു വലിയൊരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ കുക്കറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, ഇതുപോലൊരു പാത്രം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇത് അതിൻ്റെ നടുക്കോട്ട് വെക്കുക. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുക. വെള്ളം ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒഴിക്കാൻ പോകുന്ന ഈ പാത്രം ഉണ്ടല്ലോ, നമ്മൾ പഞ്ചസാര നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടല്ലോ, ആ പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇതിപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് പോലെ ആയിട്ടുണ്ട് ഇതിൻ്റെ ആ പഞ്ചസാര. ഞാനിപ്പോൾ ഇതിലേക്ക് ഇറക്കി വെക്കണേന്. നമ്മൾ ഇറക്കി വെച്ചിട്ട് നോക്കുക വെള്ളം എത്രയുണ്ടെന്ന്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഈ പകുതി വരെ വെള്ളം വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണേന്. ഇനി ഇതിലേക്ക് നമ്മൾ ആ പാല് ഒഴിക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ഈ പാത്രം അടച്ചേക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈ പാലിലേക്ക് വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ ഈ വലിയ പാത്രവും കൂടെ നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. നമ്മളിപ്പോൾ അടിയിൽ ഞാൻ കുക്കറിൻ്റെ ഒരു പാത്രം ഇട്ട് വെച്ചില്ലേ, ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തോർത്തെടുത്തിട്ട് നല്ല കട്ടിക്ക് മടക്കിയിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് 20 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റൗവിൻ്റെ തീ ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ 20 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അത് കുറച്ചും കൂടെ സെറ്റാകാനുണ്ടായിരുന്നു. ഇതിപ്പോൾ അരമണിക്കൂറായി. ഇതിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നോക്കാം. ഇതൊരു ടൂത്ത് പീക്ക് ഇട്ടിട്ട് നോക്കാം. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൂത്ത് പീക്ക് ഇടുമ്പോഴത്തേക്കും ഇതിലൊക്കെ പറ്റി പിടിക്കും. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിന്ന് പുറത്തെടുക്കുക. എന്നിട്ടിത് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇത് നല്ലപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോഴാണ് ഇത് നല്ല സെറ്റാവുന്നത്. ഇതിപ്പോൾ അത്രയും സെറ്റായിട്ടുണ്ടാവത്തില്ല. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇങ്ങനെ കുലുക്കുമ്പോൾ അല്ലേ ഇത് ഇങ്ങനെ കുലുങ്ങുന്ന കണ്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് സെറ്റാവും. ഇത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാണ്. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കും. ആദ്യമേ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് വിടിച്ചു കൊടുക്കുക. എന്നിട്ടൊരു നമ്മൾ ഏതിലേക്കാണ് എടുക്കുന്നത് ആ പാത്രം ഇതിൻ്റെ മുകളിലേക്ക് മൂടുക. പെട്ടെന്ന് തന്നെ അത് തിരിക്കുക. കാരമൽ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാരമൽ പുഡിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.